ആത്മഹത്യ ചെയ്ത വയനാട് DCC ട്രഷറർ NM വിജയന് 10 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് പോലീസ്. അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകി. സുജിത് അയ്യപ്പത്ത് ചേരുന്ന വിവരങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? ഇതിൽ ഉന്മേഷ പ്രധാനമായും കോൺഗ്രസും BJPയും ഒപ്പം തന്നെ CPIഎമ്മും കോൺഗ്രസിനെതിരെ ആരോപിക്കുന്നത് NM വിജയനെ ഇടനിലക്കാരനായി നിർത്തിക്കൊണ്ട് ഈ UDF കൈകാര്യം ചെയ്യുന്നു. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതായത് NM വിജയൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് ഒരുപാട് പണം DCC നേതൃത്വത്തിന് എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ പോലീസ് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ കുറെ പേരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. മാത്രമല്ല, ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ എത്രമാത്രം ഇതിൽ ബാധിച്ചിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുമ്പോഴും അത് എങ്ങനെയാണ് അത് ബാധിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ബാങ്കിന്റെ വിശദാംശങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. സഹകരണ ബാങ്കുകളിലും ഒപ്പം തന്നെ ദേശസാൽകൃത ബാങ്കുകളിലുമായി NM വിജയന് 10ലേറെ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല, ഇവർ ഈ ബാങ്കിൽ നിന്നിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ, അതായത് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ, ഒപ്പം തന്നെ ബാധ്യത സംബന്ധിച്ച വിവരങ്ങൾ, നിക്ഷേപമുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ബാങ്കുകൾക്കെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമേ ഇത് എത്രത്തോളം ബാധ്യത ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീർച്ചപ്പെടുത്താൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്തായാലും ഈ UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന ആ ബാങ്കുകളുമായി, സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സൊസൈറ്റികളുമായും അതോടൊപ്പം തന്നെ ബത്തേരി അർബൻ ബാങ്ക് അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് നിയമനം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരാനുള്ള കാരണവും. കൂടുതൽ പരാതികൾ പോലീസിന് എത്തുന്ന സാഹചര്യവുമുണ്ട്. ശരി, അത്തരത്തിലൊരു പരാതിയാണ് പത്രോസ് എന്നയാൾ നൽകിയിരിക്കുന്നത്. താളൂർ സ്വദേശിയാണ്. 22 ലക്ഷം രൂപ കോഴ നൽകി, അതായത് ഈ മകന് ജോലി ലഭിക്കാൻ വേണ്ടി, പ്യൂൺ ജോലി ലഭിക്കാൻ വേണ്ടി, അർബൻ ബാങ്കിൽ ജോലി ലഭിക്കാൻ വേണ്ടി കോഴ നൽകി എന്നുള്ളതാണ് പരാതി. അത്തരത്തിൽ പരാതികൾ കൂടുതലായി വരുന്നു. ഇതെല്ലാം തന്നെ നേരത്തെ നടന്ന സംഭവങ്ങളാണ്. എന്തായാലും അന്വേഷണം തുടരുകയാണ് പോലീസ്. സുജിത് അയ്യപ്പത്ത്, വയനാട്ടിൽ നിന്ന്.